എന്തിനാണ് ഒരു ഏകീകൃത പ്രവേശന പരീക്ഷ രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നത് എന്ന ചോദ്യം അനിവാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത ഭാഷാപരമായ, സാംസ്കാരികമായ വൈവിധ്യങ്ങൾ ഉണ്ട് എന്നതാണ്. ഓരോ സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസ സാംസ്കാരിക നിലവാരം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതാത് സംസ്ഥാനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കേണ്ടത്. 2013 വരെ നമ്മുടെ രാജ്യത്ത് അതത് സംസ്ഥാനങ്ങളാണ് മെഡിക്കൽ സീറ്റുകളിലേക്കുള്ള പ്രവേശനം നടത്തിയിരുന്നത്. പല സംസ്ഥാനങ്ങളും സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പ്രവേശന പരീക്ഷകൾ ഉണ്ടായിരുന്നു. ചില സംസ്ഥാനങ്ങളിൽ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, യോഗ്യതാ പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തിയിരുന്നത്. മറ്റു ചില സംസ്ഥാനങ്ങളാവട്ടെ മെഡിക്കൽ പ്രവേശനത്തിന് പ്രവേശന പരീക്ഷയുടെയും യോഗ്യതാ പരീക്ഷയുടെയും മാർക്കുകൾ തുല്യം പരിഗണിച്ചാണ് പ്രവേശനം നടത്തിയിരുന്നത്. അതൊക്കെ ഓരോ സംസ്ഥാനങ്ങളും നിശ്ചയിച്ചിരുന്നത് ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം, കുട്ടികളുടെ അഭിരുചി തുടങ്ങിയവയൊക്കെ പരിഗണിച്ചാണ്. അതിനെല്ലാം തകിടം മറിച്ച് 100% മെഡിക്കൽ സീറ്റിലേക്കും രാജ്യത്ത് ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു പ്രവേശന പരീക്ഷ കൊണ്ടുവന്നത് എന്തിനാണ്? അത് കൊണ്ടുവന്നത് മുതൽ ക്രമക്കേടിന്റെ പൊടിപൂരമാണ്. ഓരോ തവണ നീറ്റ് പരീക്ഷ കഴിയുമ്പോഴും ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ്. മനസ്സംഘർഷം മൂലം കൗൺസിലിംഗിന് വിധേയമാകുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആളുകളുടെ സ്വസ്ഥ ജീവിതം നശിപ്പിച്ച് വിദ്യാർത്ഥികളുടെ മാനസിക സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി എന്തിനാണ് ഈ പ്രവേശന പരീക്ഷ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നത്? ഈ ചോദ്യം കൂടെ ഈ സമയത്ത് ഉയർന്നു വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം സംസ്ഥാനങ്ങളുടെ കൂടെ പരിഗണനയിൽ വരേണ്ട വിഷയമാണ്. പക്ഷേ എല്ലാം കേന്ദ്രീകൃതമാക്കുന്ന, യൂണിയനിൽ നിന്നും സെൻട്രലിലേക്ക് പോകുന്ന നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ട്രാറ്റജി, ഭരണരീതി അത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നീറ്റ് പരീക്ഷയെയും നമ്മൾ കാണാൻ. UPA സർക്കാരിൻ്റെ കാലത്ത് 2013 നീറ്റ് എന്ന സംവിധാനം നിലവിൽ വരുന്നതെങ്കിലും 2 വർഷക്കാലം അതിൻ്റെ പ്രായോഗിക പ്രതിസന്ധി കാരണം സുപ്രീം കോടതി നിർത്തലാക്കുകയും 2015 മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ നീറ്റ് പരീക്ഷ തന്നെ നിർത്തലാക്കിയാൽ ഞാൻ വിചാരിക്കുന്നത് ഏകീകൃത പ്രവേശന പരീക്ഷ രാജ്യം മുഴുക്കെ നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കുന്നത് അഴിമതിയുടെ, ചോദ്യച്ചോർച്ചയുടെ വ്യാപ്തി വർദ്ധിക്കും. അതത് സംസ്ഥാനങ്ങൾ തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള പ്രവേശനമാണ് നടത്തുന്നതെങ്കിൽ ഇത്തരം കെടുകാര്യസ്ഥതയെ ലിമിറ്റ് ചെയ്യാൻ കഴിയും. 1000 പേരിൽ നിന്ന് 5 പേരെ ചുളിവിൽ റിക്രൂട്ട് ചെയ്യുന്നതും 10 പേരിൽ നിന്ന് 5 പേരെ ചുളിവിൽ റിക്രൂട്ട് ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം വളരെ വേഗത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ കൊള്ള നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് രാജ്യം മുഴുവൻ 100% സീറ്റിലേക്കും ഏകീകൃത പ്രവേശന പരീക്ഷ വേണം എന്ന് വാദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭകാലത്ത്, ഈ ചോദ്യചോർച്ചാ വിവാദത്തിനെതിരായ ഈ പ്രതിഷേധ കാലത്ത് നീറ്റ് പരീക്ഷയുടെ തന്നെ നൈതികത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കി അതത് സംസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്താനുള്ള അനുമതി നൽകേണ്ടതുണ്ട് എന്നുള്ള വിഷയം കൂടെ ഉയർന്നു വരേണ്ടതുണ്ട്. അത്തരമൊരു കാര്യം കൂടെ ഈ സമയത്ത് ചർച്ചയ്ക്ക് വിധേയമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.